മലയാള സിനിമാ രംഗത്തെ ലൈംഗിക അതിക്രമവും ലിംഗസമത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അന്വേഷിച്ച് അവയ്ക്ക് പരിഹാര നടപടികൾ സമർപ്പിക്കുന്നതിനായി 2017 ജൂലൈ മാസത്തിൽ കേരള സർക്കാർ രൂപവത്കരിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മലയാള ചലച്ചിത്ര രംഗത്തെ മുഴുവൻ അത് പിടിച്ചുകുലുക്കി. ഈ പശ്ചാത്തലത്തിൽ മതവിശ്വാസങ്ങളെ അവഹേളിച്ചിട്ട് വേണോ സിനിമാ കച്ചവടം നടത്തേണ്ടതെന്ന് സർക്കാരും സാംസ്കാരിക വകുപ്പും ഗൗരവമായി ചിന്തിക്കണം. മതവിശ്വാസങ്ങളെ അവഹേളിക്കുന്ന ചലച്ചിത്രങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്ന ചലച്ചിത്രങ്ങളെക്കുറിച്ച് ഗൗരവതരമായ അന്വേഷണങ്ങൾ നടത്തണം. പ്രത്യേകമായി ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് ഇത്തരം കാര്യങ്ങളിൽ അന്വേഷണങ്ങൾ വേണമെന്നും സീറോ മലബാർ സഭ, അൽമായ ഫോറം. ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്ന ചലച്ചിത്ര കലാസൃഷ്ടികൾ ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിയിരിക്കുന്നു. ചില മലയാള സിനിമകൾ അതിരുകടക്കുന്നു. ക്രൈസ്തവർ വളരെയധികം ബഹുമാനത്തോടെയും ഭക്തിയോടെയും കാണുന്ന അന്ത്യത്താഴ് ചിത്രത്തെയും കത്തോലിക്ക അടയാളങ്ങളെയും പരിശുദ്ധ കന്യാമറിയത്തെയും കന്യാസ്ത്രീകളെയും വളരെ വികലമായി ചിത്രീകരിച്ചിരിക്കുന്ന ചില സിനിമകൾ മലയാളത്തിൽ തുടർച്ചയായി ഇറങ്ങുന്നുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ക്രൈസ്തവ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വികലമാക്കുന്ന വിഷയങ്ങൾ പ്രമേയമാക്കി കുറെ സിനിമകൾ ഇറങ്ങുന്നതിൽ മത്സരങ്ങളാണ് നടക്കുന്നത്. കുലീനമായ ഭാരത ചരിത്രത്തെ വികലമാക്കുന്ന സിനിമകൾ ആഘോഷിക്കപ്പെടുന്നത് ഇല്ലാതാക്കണം. ചരിത്രത്തെയും വിശ്വാസത്തെയും വികലമാക്കുന്ന സിനിമകൾ ഒരിക്കലും പ്രദർശിക്കപ്പെടരുത്. ക്രൈസ്തവ സഭകളെയും ക്രൈസ്തവരെയും മ്ലേച്ഛകരമാക്കാനും ആക്രമിക്കാനും പ്രചോദനം നൽകുന്ന സിനിമകൾ ഇപ്പോൾ വ്യാപകമായി ചിത്രീകരിക്കപ്പെടുന്നു. ഇത്തരം സിനിമകൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകാനുമൊക്കെ ചില ക്രൈസ്തവ വിരുദ്ധ പ്രസ്ഥാനങ്ങളും പൈശാചിക ആരാധനാ ഗ്രൂപ്പുകളും ശ്രമിക്കാറുണ്ട്. കൊള്ളക്കാരുടെ താവളങ്ങളായും മോശമായ നൃത്തങ്ങളുടെ പശ്ചാത്തലങ്ങളായും ദേവാലയങ്ങൾ സിനിമകളിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ എത്ര വിപരീതമായ കാഴ്ചപ്പാടുകളായിരിക്കും അത്തരം സിനിമകൾ അത് കാണുന്നവരിൽ ഉളവാക്കുക എന്ന് ചിന്തിക്കണം. മലയാള സിനിമാ വ്യവസായം സർക്കാർ സംവിധാനങ്ങളാൽ നിയന്ത്രിക്കപ്പെടണം. കേരള പോലീസിന്റെ ക്രൈം റെക്കോർഡുകൾ പരിശോധിച്ചാൽ ഞെട്ടിപ്പോകും. പ്രമാദമായ പല കേസുകൾക്കും കാരണമായത് സിനിമയാണത്രേ. അശ്ലീലങ്ങളുടെയും ആഭാസങ്ങളുടെയും ലേഹ്യവും കഷായവും ഒരുപോലെയുള്ള ചില ന്യൂ ജനറേഷൻ സിനിമകൾ മേമ്പൊടിയായി ചേർക്കുന്നത് ക്രൈസ്തവ വിരുദ്ധതയാണ്. എല്ലാ ന്യൂ ജനറേഷൻ സിനിമയും ഇത്തരത്തിലുള്ളതാണെന്ന് മുദ്രകുത്തുന്നില്ല. കാരണം പരീക്ഷണ സ്വഭാവമുള്ളതും കലാമൂല്യമുള്ളതുമായ അപൂർവം സിനിമകളും ഈ വിഭാഗത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. കേരളത്തിലെ ക്രൈസ്തവ മതം കേവലം ഒരു മതപരമായ സാന്നിധ്യം മാത്രമല്ല, മറിച്ച് ഒരു നാടിന്റെ മുഴുവൻ സാംസ്കാരിക പശ്ചാത്തലമായി നിലനിൽക്കുന്നു. ബൈബിളിനെ ലോകം മുഴുവൻ സ്വീകാര്യതയാണ്. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിലേക്കുള്ള പ്രചോദനം മലയാള സിനിമ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള കലാലോകം ബൈബിളിലൂടെ പ്രചോദിതമായിട്ടുണ്ട്. ശില്പകലയിലും ചിത്രകലയിലുമൊക്കെ മികച്ച ഉദാഹരണങ്ങളുണ്ട്. ബൈബിൾ പേരുകൾ മാത്രമല്ല, വചനങ്ങൾ പറയുന്ന കഥാപാത്രങ്ങളും മലയാള സിനിമ ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ ദുരുദ്ദേശപരമായി ഇത്തരം ക്രിസ്ത്യൻ പേരുകളും അടയാളങ്ങളും ഉപയോഗിക്കുമ്പോൾ അത് അവഹേളനപരമാകുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് മതസൗഹാർദ്ദം തകർക്കുന്ന ഇത്തരം ശ്രമങ്ങളെ സെൻസർ ബോർഡ് ഉടൻ നിയന്ത്രിക്കണം. ക്രൈസ്തവമായ പേരുകളും ഇതിവൃത്തങ്ങളും പശ്ചാത്തലങ്ങളും ഉപയോഗിക്കുകയാണെങ്കിൽ സിനിമ വിജയിപ്പിക്കാമെന്നുള്ള ചിന്ത നവസംവിധായകരിൽ രൂഢമൂലമായിരിക്കുന്നു. ക്രൈസ്തവതയുടെ ദൃശ്യഭൂപടങ്ങൾ കൊണ്ട് ആസൂത്രിതമായി പള്ളിപ്പെരുന്നാളുകളെ കുറിച്ച് വീടിന്റെ പൂമുഖത്തും പ്രദക്ഷിണ വഴികളിലും മദ്യപിക്കാനും പരസ്പരം തല്ലുകൂടാനുമുള്ള ഒരിടമാണെന്ന കണ്ടെത്തൽ പല സിനിമകളിലും കുത്തിനിറയ്ക്കുന്നു. ചില സിനിമകളുടെ കഥ തന്നെ വാസ്തവ വിരുദ്ധവും മനുഷ്യത്വരഹിതവും ലൈംഗിക വൈകൃതങ്ങൾ നിറഞ്ഞതുമാണ്. ക്രൈസ്തവ വിശ്വാസത്തെയും കത്തോലിക്ക സഭയെയും അങ്ങേയറ്റം അവഹേളിക്കുന്ന ചിത്രീകരണങ്ങൾ നിറഞ്ഞതാണ്. ക്രൈസ്തവ സഭയെയും ക്രിസ്തീയ മൂല്യങ്ങളെയും പരിശുദ്ധ കൂദാശകളെയും അപമാനിച്ച് കയ്യടി വാങ്ങുന്നതായി മലയാള സിനിമാ വ്യവസായം മാറിയിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഏറെ ഖേദമുണ്ട്. ജർമ്മനിയിൽ അസത്യ പ്രചാരണങ്ങൾക്കായി ഹിറ്റ്ലർ സിനിമാ മേഖലയെ ഉപയോഗിച്ചിരുന്നു എന്ന സത്യം നാം മനസ്സിലാക്കണം. എല്ലാ മേഖലകളെയും ബാധിച്ചിരിക്കുന്ന നിയന്ത്രണത്തിന്റെയും ഇരുമ്പ് മുഷ്ടി ഹിറ്റ്ലർ മുന്നോട്ട് വെച്ചു. ജോസഫ് ഗീബൽസിന്റെ നേതൃത്വത്തിലുള്ള പ്രചാരണ മന്ത്രാലയം ജർമ്മൻ സിനിമയുടെ നിയന്ത്രണം ശക്തിയായി വർദ്ധിച്ചു. എല്ലാ സിനിമകളും നാസി പാർട്ടിയെ മാത്രം അനുകൂലിക്കുകയും വാദിക്കുകയും ചെയ്യുന്നതാക്കി മാറ്റി. ക്രൈസ്തവ വിരുദ്ധത സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള മനഃപൂർവമായ ശ്രമം മലയാള ചലച്ചിത്ര വ്യവസായത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് സർക്കാർ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പൗരോഹിത്യത്തെയും സന്യാസത്തെയും ബ്രഹ്മചര്യത്തെയും മെത്രാന്മാരെയും അപമാനിക്കാനുള്ള ബോധപൂർവമായ രംഗങ്ങളും സംഭാഷണങ്ങളും നിറച്ച ചില സിനിമകളുടെ ഇതിവൃത്തങ്ങളുടെ ഉള്ളടക്കത്തിൽ ക്രൈസ്തവ ലോകം അസ്വസ്ഥരാണ്. ക്രൈസ്തവ പൗരോഹിത്യത്തിനെതിരായി പൊതുവികാരം ഉണർത്താൻ ഈ സിനിമകൾ സമൂഹത്തിൽ വഹിച്ച പങ്ക് ചെറുതല്ല. ചലച്ചിത്രങ്ങളിൽ വിശുദ്ധ കൂദാശകളെ പോലും ഹാസ്യാത്മകവും ലാഘവ ബുദ്ധിയോടും കൂടി കൈകാര്യം ചെയ്യുന്നത് മൂലം വലിയൊരു വിശ്വാസ സമൂഹം വഴിതെറ്റിക്കപ്പെടുന്നുവെന്ന കാര്യം കേരള സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്നു. ക്രൈസ്തവ അടിസ്ഥാനങ്ങളെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവഹേളന പാത്രമാക്കുന്നത് ഒരു തുടർക്കഥയാക്കി മാറ്റുന്നതിൽ നവസിനിമാ വൈതാളികർ വിജയിച്ചു. സിനിമയിൽ വില്ലൻ കഥാപാത്രങ്ങളും അഭിസാരിക കഥാപാത്രങ്ങളും ഐറ്റം ഡാൻസ് അവതരിപ്പിക്കുന്നവരും ക്രൈസ്തവ നാമങ്ങളിലാണ് സിനിമകളിൽ രംഗപ്രവേശനം നടത്തുന്നത്. ഇത്തരം സിനിമകൾ കടുത്ത ക്രിസ്ത്യൻ വിരുദ്ധത പ്രകടിപ്പിക്കുന്നവയാണെന്ന് സൂക്ഷ്മമായി വീക്ഷിച്ചാൽ മനസ്സിലാകും. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ക്രൈസ്തവ വിശ്വാസത്തെ അധിക്ഷേപിക്കുന്ന നിരവധി സിനിമകൾ മലയാളത്തിൽ ഇറങ്ങുകയുണ്ടായി.
ഇത്തരം സിനിമകൾ പൊതുസമൂഹത്തിൽ ക്രൈസ്തവ മതത്തെ ഇല്ലാതാക്കുന്നതിലും അപമാനിക്കുന്നതിലും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇത്തരം സിനിമകളുടെ രൂപീകരണത്തിലും പ്രദർശനങ്ങളിലും സർക്കാരിന്റെ സജീവമായ ഇടപെടലും അന്വേഷണങ്ങളും സെൻസർ ബോർഡിന്റെ ജാഗ്രതയും ആവശ്യമാണ്. ക്രൈസ്തവ വിശ്വാസത്തെയും മറ്റു മതവിശ്വാസങ്ങളെയും അവഹേളിക്കുന്ന ചലച്ചിത്രങ്ങളെക്കുറിച്ച് ഗൗരവതരമായ അന്വേഷണങ്ങൾ നടത്താൻ സർക്കാർ തയ്യാറാകണം. സിനിമാ മേഖലയിൽ ചൂഷണവും കുറ്റകൃത്യങ്ങളും നടക്കുന്നുണ്ട്. അത് മതവിശ്വാസങ്ങളെ പോലും ബാധിക്കുന്നു. മലയാള ചലച്ചിത്ര ലോകത്തിൽ നടമാടുന്ന മാഫിയ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കാനും മതവിശ്വാസങ്ങളെ അവഹേളിക്കുന്ന സിനിമകളെ നിയന്ത്രിക്കാനുമുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് സീറോ മലബാർ അൽമായ ഫോറം അറിയിച്ചു.